സുഹൃത്തുക്കളെ, വെള്ളനാടനാണ് പ്രമോദ് പെരുന്നാണ്. ഞാൻ വെള്ളാപ്പള്ളിയുടെ അതേ പ്രസംഗത്തിൻ്റെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്നത്. മലപ്പുറം ജില്ല രൂപീകൃതമായതിന് EMS ആണ് ഒരു കാരണക്കാരൻ. അപ്പോൾ അതിന് ശേഷം 2011 മലപ്പുറം ജില്ലയിലത്തെ സെൻസസ് പ്രകാരം 70.24% മുസ്ലിങ്ങളും 27.60 ഹിന്ദുക്കളും 1.98 ക്രിസ്ത്യാനികളും ഉണ്ട്. ഈ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സഹായം നൽകുന്നത് മുസ്ലിങ്ങളാണ്. അത് അമ്പലത്തിനായാലും അത് ജനങ്ങൾക്കായാലും അത്. ഇപ്പോൾ എൻ്റെ നാട്ടിലെ അനന്യ പറഞ്ഞ പെൺകുട്ടിക്ക്, നന്നായി പഠിക്കുന്ന കലാകാരിയായ പെൺകുട്ടിയുടെ അമൃതയിലത്തെ ചികിത്സയ്ക്ക് 60 ലക്ഷം രൂപ വേണം. അതിന് പൈസ പിരിവെടുക്കുന്നത് എൻ്റെ നാട്ടിലത്തെ മാലിന്യ കമ്മിറ്റിയാണ്. അതന്നെയാണ് മലപ്പുറം ജില്ല. അവിടെ അവർക്ക് ജാതി മതമൊന്നും ഒരു വിഷയമില്ല. പിന്നെ ഒരു കാര്യം കൂടി, മലപ്പുറം ജില്ലയിലത്തെ ഈ 27.60 ഹിന്ദുക്കളുണ്ടല്ലോ, അതിൽ ആസ്പത്രി കേസായിട്ട് ബ്ലഡിൽ വേണമെന്ന് പറഞ്ഞ ആളുകൾക്ക് രക്തം കൊടുത്തത് 90% മുസ്ലിങ്ങളാണ്. ഓരോ ഹിന്ദുവിൻ്റെയും രോഗബാധിതനായിട്ട് ചികിത്സ തേടിയ ഹിന്ദുക്കൾക്ക് 90% ബ്ലഡും മുസ്ലിങ്ങൾ കൊടുത്തതാണ്. അതാണ് മലപ്പുറം. എനിക്ക് അതിനോട് കൂട്ടി യോജിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും ഒരു സമുദായ നേതാവ് ഒരു കുപ്പി ബ്ലഡ് കൊടുത്തിട്ടില്ല, ഒരു ഫോട്ടോ നിങ്ങളൊന്ന് ഏതെങ്കിലും ഒരു ഹിസ്റ്ററിയിൽ കാണിക്കാൻ കഴിയും? അത് വെള്ളാപ്പള്ളിയല്ല, ഈ മറ്റേ സുകുമാരൻ നായരോ, ഈ വർഗീയത കത്തിക്കണ ഏതെങ്കിലും മൂല്യാരോ തങ്ങന്മാരോ അമ്മേ ആരെങ്കിലും ഒരാൾ ഒരു കുപ്പി ബ്ലഡ് കൊടുത്തിട്ട് ഒരു ഫോട്ടോ നിങ്ങളിട്ട് എന്നിട്ട് നിങ്ങൾ വർഗീയത പറയും. അതിന് ഇവിടുത്തെ ജാതി മതമില്ലാത്ത ആളുകൾ തന്നെ വേണം. അവരെന്നെയാണ് ഈ നാട്, അവരെന്നെയാണ് ഈ സമൂഹം, അവരെന്നെയാണ് ഈ നാടിനെ കൂട്ടിച്ചേർത്തി പിടിക്കുന്നത്. അല്ലാതെ നിങ്ങളെപ്പോലല്ല സമുദായ നേതാക്കൾ അല്ല. ഒരു മനുഷ്യന് വേണ്ടത് ആപത്തിൽ സഹായിക്കണ തൊട്ടയലോക്കത്തെ മുസ്ലിമോ അല്ലെങ്കിൽ ഒരു ഹിന്ദു തന്നെയാണ്.